അസ്സലാമു എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചോറ് അരച്ചിട്ടുള്ള ഒരു പൊറോട്ട എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം കേട്ടോ. അതിനായിട്ടൊരു മിക്സിയുടെ ജാർ എടുക്കുക, 1 കപ്പ് ചോറും 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. പിന്നെ പൊടി എടുക്കുക, 3 കപ്പ് പൊടി, അതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പും ഈ അരച്ച് ചേർത്ത ചോറ് കുറച്ച് ചേർത്ത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. ശേഷം വെള്ളം ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം. ഏകദേശം കുഴഞ്ഞ് വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യുക, മുകളിൽ എണ്ണ തടവിയിട്ട് നമുക്ക് 1 മണിക്കൂറോ 2 മണിക്കൂറോ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ശേഷം ഇതെടുക്കാം. നമ്മൾ ഈക്വലായിട്ട് ഉരുളകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഡോ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ട് ഓരോ ഉരുളകളും നമുക്ക് ഇഷ്ടമുള്ള സൈസിനാക്കി കൊടുക്കാം കേട്ടോ. വലിയ പൊറോട്ടയ്ക്ക് അതിനനുസരിച്ചിട്ട്, ചെറിയ ബൺ പൊറോട്ട പോലെ ചെയ്യുന്നെങ്കിൽ അതിനനുസരിച്ചും ചെയ്യാം. ഈ ഉരുളകളുടെ മുകളിൽ ഇത്തിരി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അത് നന്നായിട്ട് ഓയിലിൽ മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് വീശിയാണ് ഞാൻ ഇവിടെ പൊറോട്ട ഉണ്ടാക്കുന്നത്. ഒരു ഉരുള എടുക്കുക, നന്നായിട്ട് കൈപ്പത്തി കൊണ്ട് പരത്തി കൊടുക്കുക. സൈഡ് തിന്നാക്കിയിട്ടും നടുവിൽ വല്ലാണ്ട് പ്രസ് ചെയ്യാണ്ടും ചെയ്തിട്ട് നമുക്ക് വീശി കൊടുക്കാം. മെല്ലെ മെല്ലെ അടിച്ചു കൊടുക്കുക, ഫാസ്റ്റിൽ ചെയ്യരുത്, പൊട്ടാണ്ട് ചെയ്യാം. ചോറാണെങ്കിലും ഇവിടെ പൊട്ടുന്ന ഒരു ഇഷ്യൂ വല്ലാണ്ട് വരുന്നില്ല കേട്ടോ. കുറേ അടിച്ച ശേഷം തന്നെ ഉള്ളൂ ഇത്തിരി ഒരു ക്രാക്സ് വരുന്നത്. പിന്നെ കട്ടിയുള്ള ഭാഗമൊക്കെ ഒന്ന് കൈകൊണ്ട് തന്നെ പരത്തിയെടുത്തിട്ട് എണ്ണ തേച്ച് കൊടുക്കാം. എന്നിട്ട് മൈദ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ശേഷം ഞൊറി പോലെ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് നീട്ടി വലിക്കാം. എന്നിട്ട് നന്നായിട്ട് ചുരുട്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു സൈഡിൽ വെക്കാം. എല്ലാതും ഇതുപോലെ ചെയ്തെടുത്ത ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഓരോന്നെടുത്തിട്ട് കൈപ്പത്തി കൊണ്ട് തന്നെ പരത്താം. അല്ലെങ്കിൽ കുഴൽ യൂസ് ചെയ്തിട്ട് പരത്തിയിട്ട് നമുക്ക് മെല്ലെ മെല്ലെ ചുട്ടെടുക്കാം. വീശാൻ ബുദ്ധിമുട്ടുള്ളവരെന്ത് ചെയ്യുക, ഈ കുഴൽ കൊണ്ട് തന്നെ പരത്തിയിട്ട് കത്തി കൊണ്ട് നീളത്തിൽ വരഞ്ഞിട്ട് നമുക്ക് പൊറോട്ട ഉണ്ടാക്കാം. വീഡിയോയിൽ കാണാം, വീശുന്നത് കൊണ്ട് വല്ലാണ്ട് ക്രാക്സ് ഒന്നും വരുന്നില്ല. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു നല്ല ലെയർഡ് പൊറോട്ട തന്നെയാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ചുട്ടെടുക്കുമ്പോൾ ചട്ടിയിൽ കുറച്ച് എണ്ണ തൂവി കൊടുക്കുന്നത് നന്നായിരിക്കും, കാരണം മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് സൈഡ്സ്. ശേഷം മുകൾ ഭാഗത്ത് കുറച്ച് എണ്ണ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കാം. നല്ല ചിക്കൻ കറിക്കോ അല്ലെങ്കിൽ ബീഫ് കറിക്കോ ഈ ഒരു പൊറോട്ട നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ സോഫ്റ്റ്നെസ്സിന് ചെറിയ ഡിഫറൻസ് ഉണ്ട്. കുറച്ച് നേരം നിൽക്കുമ്പോൾ ഭയങ്കര ഹാർഡായിട്ടൊന്നും ഇത് വരുന്നില്ല. ഇനി ഓരോ മൈദകളുടെയും ഓരോ റൈസിനും ഓരോ ഡിഫറൻസ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ നിങ്ങൾ ഈ വീഡിയോക്ക് അനുസരിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെ വന്നു എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ വിവരം പറയാം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.